വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ആൻഷൈൻ തോമസിൻ്റെ ഏഴാം ഭ്രാന്തൻ എന്ന് പറഞ്ഞ ബുക്കാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ബുക്ക് ഫെസ്റ്റിന് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി. ഇതിൻ്റെ കവർ കണ്ടപ്പോൾ ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം പോയിട്ട് ചൂസ് ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻകൈൻഡ് പബ്ലിഷേഴ്സാണ്. 128 പേജാണ്. MRP 220 രൂപയാണ്. കുറച്ച് വലിയ ഫോണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുസ്തകത്തിൻ്റെ ഒരു ഫോണ്ട്, വലിയ മാർജിനും വലിയ ഫോണ്ടും. അതിവിടെ ചിലപ്പോൾ ഇറലവൻ്റ് ആയിരിക്കാം. എന്നാലും പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പുസ്തകം നമ്മളെ ഒരു പ്രത്യേക മൂഡിലാണ് കൊണ്ടുപോവുക. പേര് പറയുന്ന പോലെ തന്നെ ഏഴാം ഭ്രാന്തൻ. അതിൻ്റെ ഒരു 1 ലൈൻ പറയാനാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക്, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു 6 പേര് വരികയാണ്. 6 വിസിറ്റേഴ്സ്. ആ 6 വിസിറ്റേഴ്സാണ് ഓരോ ചാപ്റ്ററും. അതായത് ഫസ്റ്റ് വൺ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ ഈ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ ഈ എന്താ പറയുക, സൈക്കോളജിസ്റ്റ് ഇയാൾ ആരാണ്, ഇയാൾ എന്താണെന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരു വേശ്യ, ഒരു ഫാദർ, ഒരു ജിന്ന്, ഒരു ഫെമിനിസ്റ്റ്, കള്ളൻ, ന്യായാധിപൻ, ഇങ്ങനത്തെ ഓരോ ചാപ്റ്ററാണ്. അവസാനത്തെ ഒരു യൂണിറ്റ് ഏഴാം ഭ്രാന്തനാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളിത് വായിച്ചു തന്നെ അറിയണം. അത് പറയാതിരിക്കാനുള്ള ഒരു മര്യാദയാണ് ഒരു നല്ല റീഡർ എന്ന നിലയ്ക്ക് എനിക്ക് പുസ്തകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതായത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് യു സീ ദ സെയിം ട്രീ ട്വൈസ് ഇൻ എ ഫോറസ്റ്റ് ഇറ്റ് മീൻസ് യു ആർ ലോസ്റ്റ്. നിങ്ങളൊരു വനത്തിൽ ഒരേ മരം പിന്നെയും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിയെന്നാണ് അർത്ഥം. ഏകദേശം അത് തന്നെയാണ് ഇതിൻ്റെ കഥ എന്നല്ല പറയുക. ഒരു പ്രത്യേകതരം പോക്കാണിത്. അത് നമ്മൾ ഫിക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു ജേണിയാണ്. എനിക്കിത് പെട്ടെന്ന് വായിച്ചിട്ടിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് പോകാനൊന്നും തോന്നിയില്ല. ഞാൻ കണ്ടിന്യൂസ് ആയി വായിച്ചുകൊണ്ടിരുന്നു. ആൻഡ് എനിക്കൊരു കിക്ക് ഫീൽ ചെയ്തു വായിച്ചപ്പോൾ. ഞാൻ അങ്ങനെ ചില പുസ്തകത്തിന് എനിക്കങ്ങനെ ഇരുത്തി വായിച്ച് ഒറ്റയടിക്ക് ഞാൻ വായിച്ചു തീരത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടൊക്കെ പോകും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ ബുക്കൊക്കെ തുടങ്ങി പിന്നെ അത് തീർത്തിട്ട് വന്നിട്ട് ഇത് അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ അടുത്ത് വായിച്ച പുതിയ എഴുത്തുകാരുടെ പുസ്തകത്തിൽ കുറച്ച് മാറി നിൽക്കുന്ന, കുറച്ച് എന്താ പറയുക, ബ്രില്യൻ്റ് ആയിട്ടുള്ള, മനുഷ്യന്മാരുടെ മനസ്സിനോട് ഒരു ഭ്രാന്തിനോടൊക്കെ എന്തായാലും പറയാം നമുക്ക്, ഇന്ന നല്ല സെൻസ്, ഇന്ന ഗുഡ് സെൻസ്, ആ ഭ്രാന്തമായിട്ടുള്ള ചിന്തകളോട്, ആ ഒരു നമ്മുടെ ഐഡൻറ്റിറ്റിയോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു മനുഷ്യൻ്റെ, അതിനോടൊക്കെ ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബുക്കാണ്. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ കുഴപ്പമാക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ നിങ്ങളിത് ട്രൈ ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക സജഷൻ. കാരണം ഇതിനകത്ത് ഏഴാം ഭ്രാന്തൻ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളിത് വായിക്കണം. കാരണം നമുക്കിത് വായിച്ച് നമ്മുടെ ആ ചാപ്റ്റേഴ്സ്, ഈ ഓരോ യൂണിറ്റ്സ് കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഏഴാം ഭ്രാന്തൻ. അവസാനം നമുക്ക് കിട്ടും ഏഴാം ഭ്രാന്തൻ എന്താണ്. അവിടെ കിട്ടുന്നിടത്ത് നമുക്കൊരു സുഖം ഫീൽ ചെയ്യും, ഒരു രസം ഉണ്ടാവും. നമ്മളൊരു എന്തോ സാധനം സോൾവ് ചെയ്ത് ഒരു കുരുക്കഴിച്ച പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് വരും. എപ്പോഴും വായന നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ സ്കോപ്പ് തരുന്നതായിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിപ്പോൾ എത്ര സിമ്പിളായിട്ടുള്ളൊരു ബുക്ക് വായിച്ചാലും, എത്ര ഈസി ആയിട്ടുള്ള, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ച് എന്താ പറയുക, ചുമ്മാ ഒരു സാധനം പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമപ്രദേശത്തിലൊരു ബെഞ്ചിൻ്റെ പുറത്ത് ഒരു വയസ്സായ മനുഷ്യൻ ഒരു മുണ്ടെടുത്ത് ഒരു കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ വയൽ നോക്കിയിരിക്കുകയാണ് എന്നൊരു സാധനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചിന്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, അതൊരു സിമ്പിൾ ലൈനാണെങ്കിലും നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എഴുത്തുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണേ. അപ്പോൾ അല്ലാണ്ട് നമ്മളൊരു വലിയ ഹ്യൂജ് സാധനം വായിക്കുകയാണ്, ഒരു വലിയ എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, ലൈറ്റായിട്ടുള്ളൊരു സാധനം വായിച്ചിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കാൻ തോന്നുന്നില്ലെങ്കിൽ വായിച്ചു തീർത്തു. ഈ അടുത്തിറങ്ങിയ ചില സിനിമയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ക്യാരക്ടേഴ്സ് എല്ലാം കരയുന്നു, നമുക്ക് കരച്ചിൽ വരുന്നില്ല, ഇവരൊക്കെ കരയുന്നു. അപ്പം എന്താ പറയുക, എക്സ്പ്ലിസിറ്റ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ വിജയുടെയൊക്കെ ചില അച്ഛൻ വിജയ് കരയുന്നു, മകൻ വിജയ് കരയുന്നു, തിയേറ്ററിലെല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് സിമ്പിളായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതേ പ്ലോട്ടായിരിക്കും. ഒരു പഴയ ഏതെങ്കിലും സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിലകൻ കരയുന്നു, മോഹൻലാൽ കരയുന്നു, നമ്മളും കരയുന്നു. അപ്പോൾ ഞാൻ ആരെയും കമ്പയർ ചെയ്തതല്ല കേട്ടോ, ആക്ടേഴ്സിനെ ഒന്നും. അതാണ് പ്ലോട്ട്. നമ്മളെ എന്തെങ്കിലും കണക്ട് ചെയ്യാനോ ചിന്തിപ്പിക്കാനോ പ്രേരിപ്പിക്കുന്നതും കൂടി ആവണം എഴുത്ത് എന്നുള്ളൊരു ഭംഗിയുണ്ടല്ലോ, ആ ഭംഗി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കവർ പോലെ തന്നെ ഇതിൻ്റെ അകവും വളരെ മനോഹരമാണ്. ഏഴാം ഭ്രാന്തൻ എന്താണെന്ന് മനസ്സിലാവുന്നിടത്താണ് ഈ വായന ഇരിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് സ്പോയിലറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ടും ഈ വായന എനിക്കൊരു നല്ല റീഡ് തന്നതുകൊണ്ട്, പേഴ്സണലി ഇതെൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വായന ആയതുകൊണ്ടും നിങ്ങളോട് ഞാനത് വായിക്കാൻ പറയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ ഈ ബുക്കിനെ കുറിച്ചുള്ള റിവ്യൂ പറയാനാണെങ്കിൽ. അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.